കൊച്ചി കുണ്ടന്നൂർ പാലത്തിലെ അപാകതകൾ പലപ്പോഴായി നഗരസഭാ അധികൃതരും ജനങ്ങളും ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ പരിഗണിക്കപ്പെട്ടേയില്ല. ഇപ്പോഴിത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറന്ന പാലത്തിലാണ് ടാറിങ് ഇളകി നീങ്ങിയത്. 3 തവണയാണ് പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചത്. നിർമ്മാണം നടന്നത് ജർമ്മൻ സാങ്കേതികവിദ്യയുടെ ഉറപ്പിൽ. കോടികൾ മുടക്കി പണിത പാലത്തിന്റെ അവസ്ഥയാണിത്. എന്തായാലും സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് മരട് നഗരസഭയുടെ തീരുമാനം. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ ഉറപ്പിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്ത പാലത്തിലാണ് ഇത്തരമൊരു കാഴ്ച. പാലത്തിന്റെ അങ്ങോളം ഇങ്ങോളം ടാറിംഗ് തെന്നിമാറി കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 6 മാസം മുൻപ് പണി പൂർത്തിയാക്കിയപ്പോഴും പാലത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ മരട് നഗരസഭാ അധികൃതരും ജനങ്ങളും പിഴവ് ചൂണ്ടിക്കാണിച്ചിരുന്നു. നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഒത്തിരി കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച. കാരണം ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഒരു ടാറിങ് സംവിധാനം ആയിരുന്നില്ല അവിടെ. ചാക്ക് കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ ബക്കറ്റിൽ ഈ പറയുന്ന ടാറ് കലക്കി ഒഴിക്കുന്ന ആ ഒരു പ്രാചീന രീതിയിലുള്ള ഒരു ടാറിങ്ങിന്റെ രീതിയാണ് അവിടെ കാണിച്ചത്. പാലത്തിലുണ്ടായ ഈ വീഴ്ചയ്ക്കെതിരെ പൊതുമരാമത്ത് മന്ത്രിയെ നേരിൽ കണ്ട് പരാതി അറിയിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഈ പറയുന്ന സ്ഥലത്ത് ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ നല്ല ഉദ്യോഗസ്ഥരുടെ സൂപ്പർവിഷൻ ഇല്ലാണ്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. അത് ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഞങ്ങൾ മന്ത്രിനെ നേരിട്ട് കാണുന്നുണ്ട്. മന്ത്രിനെ കണ്ടുകൊണ്ട് ഇത് ശക്തമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഇതിന് വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന് മന്ത്രിയെ നേരിൽ കണ്ട് ഞങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ നേരിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. കോടികൾ ഉപയോഗിച്ചാണ് SMA സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടാറിംഗ് പൂർത്തിയാക്കിയത്. യാതൊരു കാരണവശാലും ഇളകിപ്പോവില്ലെന്ന ഉറപ്പും ലഭിച്ചിരുന്നു. ആ ഉറപ്പുകളെയെല്ലാം കാറ്റിൽ പറത്തി പാലം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അശാസ്ത്രീയതയുടെ പേരിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ദുസ്സഹമാകുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ്. അധികാരികൾ നടപടി സ്വീകരിച്ചേ പറ്റൂ. ക്യാമറമാൻ അതീഷിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പലതവണ ഇളകി, പലതവണ പണിതു. അതിനായി ആഴ്ചകളോളം പാലം അടച്ചിട്ടു. ആയിരക്കണക്കിന് വാഹനങ്ങൾ, ആളുകളൊക്കെ കടന്നു പോകുന്നിടത്ത് യാത്രാ ദുരിതം ജനങ്ങൾക്ക്. ഒടുവിൽ കോടികൾ മുടക്കി, അതും നമ്മുടെ നികുതിപ്പണം മുടക്കി പണിതു. പിന്നെയും നടുവിന് പണിവരുന്ന രീതിയിൽ ആ പാലം ഇളകി.